ബീഹാറിൽ ബിജെപി നേതാവായ വ്യവസായി വെടിയേറ്റ് മരിച്ചു. ഗോപാൽ ഗംഗയാണ് പാട്നയിലെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി 11 മണിയോടെ കൊല്ലപ്പെട്ടത്. ഗോപാൽ ഗംഗയുടെ മകൻ 6 വർഷം മുൻപ് വെടിയേറ്റ് മരിച്ചിരുന്നു. പാട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനാഷെ ഹോട്ടലിന് സമീപത്താണ് സംഭവം. പനാഷെ ഹോട്ടലിന് സമീപമുള്ള ട്വിൻ ടവർ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഗോപാൽ ഗംഗെ കഴിഞ്ഞിരുന്നത്. വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമി വെടിയുതിർത്ത ശേഷം സ്ഥലത്തു നിന്ന് കടന്നുകളഞ്ഞു. ഗംഗെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. സ്ഥലത്തു നിന്ന് വെടിയുണ്ടയും മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെത്തി. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് സൂപ്രണ്ട് ദീക്ഷ പറഞ്ഞു. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. 6 വർഷം മുമ്പ് മകൻ ഗുജൻ ഗംഗെ സമാനമായ രീതിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകിയിരുന്നെങ്കിൽ സമാന സംഭവം ആവർത്തിക്കില്ലായിരുന്നുവെന്നും ബീഹാർ ക്രിമിനലുകളുടെ താവളമായി മാറിയെന്നും പപ്പു യാദവ് MP ആരോപിച്ചു. സംഭവം നടന്ന് 3 മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്ന് ഗോപാൽ ഗംഗയുടെ സഹോദരൻ ശങ്കർ ആരോപിച്ചു. രാത്രി 11:30 വെടിവെപ്പുണ്ടായ സ്ഥലത്ത് പുലർച്ചെ 2:30 പോലീസ് എത്തിയതെന്നും ശങ്കർ ആരോപിച്ചു.